പിന്നെ ചന്ദ്രൻ വെച്ച് പുറകെ പോയി ചോദിക്കണം. അറിയാതെ ഇടിച്ചതാ ബ്രോ. മച്ചാ നമ്മളിവിടെ ഇത്രയും പേര് അവിടെ നിരന്നിരിക്കുന്ന നിങ്ങൾ ബ്രോ കത്തി എന്താണ് ബ്രോ ചൂടാവണ കത്തി കത്തി വന്നാണെന്ന് പറഞ്ഞില്ലേ? പേരെന്താ ബ്രോ? സോറി പേരെന്താ ബ്രോ? അവൻ ചുമ്മാ ഇടിച്ചിട്ട് പോണെന്ത്? നീ എന്താ ഇടിക്കണ? നിനക്ക് കത്തിന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കുമല്ലായിരുന്നു. മണ്ടയ്ക്ക് വന്ന് വണ്ടി ഇടിച്ചിട്ട് പിന്നെ വെളി വന്നൊരു ശബ്ദം എന്താ കൊണച്ച നീ എന്ത് ഇവനൊക്കെ എന്ത് വേണോ ഇവനൊക്കെ? പുണ്ടച്ചിട മോനെ പുണ്ടച്ചിട മോനെ നീ വീട്ടിൽ പോയി നിന്റെ വീട്ടിൽ പോയി മെറ്റടിക്കണം പൂറി മോനെ. നിന്റെ ഇവന്റെ ഫ്രസ്ട്രേഷൻ കണ്ട നിന്റെ ഇതാണ് ഇവന്മാര് സെർവറി ചെയ്യുന്ന ലിറ്ററലി, മനസ്സിലായ? സെർവറി ചെയ്യുന്ന ലിറ്ററലി ഈ തന്തയില്ലാത്ത തായോളികൾ ചെയ്യുന്ന ഇതാണ് ചെയ്യുന്നത് ഈ പൂറിമോമാര്, മനസ്സിലായ? ഇവന്മാർക്ക് ഇത് ചെയ്യാനേ പറ്റുള്ളൂ. ഇതേ ഈ തീട്ടങ്ങൾക്ക് വേറൊന്നും തിരിച്ചു പറയാനില്ലാത്ത ഇതിന്റെ കാര്യം. ഈ പുണ്ടശിവന്റെ പേരെന്താ? ഇവന്റെ പേരെന്താ? ഇവൻ ആരാടാ ഇത്? ഇവൻ ഏതാണത്? ഏതോ കൊതിരിച്ചിപ്പട്ടിക്കൊക്കെ ഉണ്ടായവനാ. അവന്റെ നാച്ചുറൽ സിറ്റുവേഷൻ കണ്ട, അവന്റെ നാച്ചുറൽ സിറ്റുവേഷൻ. അഡ്മിൻ വിളിച്ചടാ, ഇത് അറിഞ്ഞിട്ട് പോയാ മതി. ശുദ്ധ ഊമ്പിത്തരം. അണ്ണ ഞാൻ ഇത് പറയട്ടെ, ഇത് കറക്റ്റ് നോക്കി വന്നതാണ് അത്. അങ്ങനെ ഇവിടെ മനസ്സിലായി തന്തയില്ലാത്ത തായോളി ഞാൻ കേട്ടടാ പൂറി മോനെ. തരാൻ നിനക്ക് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും കേട്ടാ. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നടാ. ഞാൻ അവിടെ മര്യാദ ഇരിക്കുമല്ലായിരുന്നാ? ഏതോ മെറ്റ അടിച്ച് നമ്മുടെ പൊസിഷൻ നോക്കി നേരെ വന്ന് വണ്ടി കൊണ്ടാക്കി സിറ്റുവേഷൻ എടുത്തിട്ട് എന്നെ മെറ്റയെന്ന് നാണമില്ലാത്ത പുഴുത്ത പട്ടി. അണ്ണ മറ്റവൻ പോയി, അണ്ണ ആ പറഞ്ഞവൻ പോയി, ആ പറഞ്ഞവനെ കാണാനില്ല. ഇവരേതാ? ഇവൻ തെറി വിളിക്കാൻ വന്നേക്കാൻ. അവനെ എവിടെ തെറി വിളിക്കാൻ നിൽക്കില്ലേ നീ? ഇവിടെ ഒരുത്തനോടാ വീട്. മറ്റവനാണ് കാണാത്തത്. മറ്റവൻ ഐ തിങ്ക് ക്വിറ്റ് പണിട്ട് പോയി. എന്താ ഇവനുണ്ടായിരുന്നു, ഇവനാണ് അണ്ണനെ ഇടിച്ചത്. പോയി ഊമ്പള വില
ഒന്ന് പോണ ഇമ്മച്ചൂർ പുണ്ടേ പറയണേ ഇമ്മച്ചൂർ പുണ്ടേ ഇമ്മച്ചൂർ പുണ്ടേ എടാ നിന്റെ കൂടെ ഉള്ളവന്മാര് പോയതല്ല അതിന്റെ സങ്കടമല്ലേ വി ഫോർമാറ്റ് പോയി ഉമ്മടാ സാധനം കയറ്റിയ മെച്ചൂരിറ്റി ഉള്ള നീ ഒന്ന് പറഞ്ഞു നിന്നെ പോലെ മറ്റേ മൂഞ്ചാനായിട്ട് ഞാൻ കിടക്കണല്ലോ പുണ്ടച്ചിട മോനെ ഞാൻ ഇവിടെ നിൽക്കുന്നേ എടാ പട്ടിത്തായ നിന്റെ അപ്പന്റെ പൂർവ്വടി പൂർവ്വം മെച്ചൂരിറ്റി ഉള്ള വായി കേട്ടിട്ട് വായി ടീമുണ്ടോ ഓടാ മുറിയവനെ എന്റെ അച്ഛൻ ആണ്ടി ഇവന്റെ പേരെന്താ ഇവന്റെ പേര് വേണം ഇത് ആരാന്ന് തിരക്കണേ ഇത്രയും കടിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ വീസി പോണേ ഒരു സെക്കൻഡ് ഇതൊക്കെ മനഃപൂർവ്വം കറക്റ്റ് മെച്ചടിച്ച് ഫ്രസ്ട്രേഷൻ കണ്ട ഗൈസ് ഫ്രസ്ട്രേഷൻ കണ്ട ഇവന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കണ്ട ഇതാണ് ലിറ്ററലി ഇപ്പൊ RP നടക്കണം മനസ്സിലായ ഇതാണ് ലിറ്ററലി ഇപ്പൊ RP നടക്കണേ ഇതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല ഇതാണ് ഇവിടെ നടക്കണത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇരുന്ന് മര്യാദയ്ക്ക് സംസാരിക്കുക ഒരു കഴിവില്ലാത്ത കാണങ്ങള് ഇങ്ങനെ വന്നിരിക്കും മനസ്സിലായ ഇതാണ് ഇവിടെ നടക്കണം ഹലോ ബ്രോ ഇപ്പൊ വന്ന് ഞങ്ങൾ അവിടെ വെറുതെ മര്യാദയ്ക്ക് സംസാരിക്കുമായിരുന്നു ഇപ്പൊ വന്ന് രണ്ടുപേരുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം ബ്രോ ആരൊക്കെയാണെന്ന് സിറ്റിക്കകത്ത് എവിടെ വെച്ചാണ് ബ്രോ സിറ്റിക്കകത്ത് സ്നൈപ്പും ജുഗുറൊക്കെ വിളിച്ചിരുന്നു അവരോട് വിളിച്ചിട്ട് ലൈവ് ആണോ ബ്രോ ലൈവ് ഒന്ന് കിട്ടിയതേക്കോ പറഞ്ഞോ ആരൊക്കെ ബ്രോ നമ്മളവിടെ സിറ്റുവേഷൻ എടുത്തോണ്ടിരിക്കുക വെറുതെ വന്ന് നമ്മള് അവിടെ വൺ വേർഡ് ട്രിഗർ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് V4 ആസോ അണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഓസി പറയണം ഇതാണ് ചുമ്മാ ഇട്ട് ഇടിക്കാണ് എന്നിട്ട് അവൻ തള്ളക്കി വിളിയായി ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ ചീത്ത വിളിയായി ഗൈസ് എന്റെ മൈക്കല്ലേ അവര് പറയണ മ്യൂട്ടഡാ സീനില്ല വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ പറയാം എടാ സ്നൈപ്പേ ആരൊക്കെയാടാ വന്നേ സ്വർഗരാജ്യത്തിലെ അഡ്മിൻസ് ആയിട്ടുള്ള കുറച്ച് അവന്മാരാണ് വന്നത് അഡ്മിൻസ് ആയിട്ട് ഉണ്ടായിരുന്ന അവരുടെ ആരോന്നാണെന്നാണ് പറഞ്ഞത് ഇപ്പൊ പറയും അത് കഴിഞ്ഞിട്ട് ബാക്കി പേരെന്താ ബ്രോ അവന്റെ പേരെന്താ കില്ലോ എടുത്താൽ കാണാം ഞാൻ കൊന്നിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കൊന്നിട്ടുണ്ട് ഓ ഓക്കെ ഒരു സെക്കൻഡ് കാണിച്ചോ
കടവൾ ഇടിവെട്ട് അല്ലല്ല ഇതൊന്നുമല്ല വേറൊരുത്തനോട് ഇപ്പോഴും കുറച്ചുകൂടെ കഴിയുമ്പോണ്ട് കുറച്ചുകൂടെ മുമ്പാ ബ്രോ കില്ലോഗിൽ ഞാൻ ഒരുത്തിനെ അടിച്ചിരുന്നുണ്ട്. അവന്റെ പേരൊന്ന് നോക്കിയേ. ജോൺ ഇടിവെട്ട്. ജോൺ ഇടിവെട്ട്. കടവൾ ഇടിവെട്ട്, ജോൺ ഇടിവെട്ട്. ബ്രോ ഇതിന്റെ FRP സുഗുണ ഇടിവെട്ടുണ്ടോ? തന്തയിലായ്മയ്ക്കൊക്കെ ഒരു പരിധിയില്ല ബ്രോ. നമ്മൾ മര്യാദയ്ക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അകത്തിരുന്ന് ഞങ്ങളുടെ മണ്ടേ കൂടെ വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് ചോദിച്ചപ്പോൾ അയ്യോ എന്തിനാ ട്രിഗർ ആവുന്നത്, എന്തിനാ അയ്യോ അറിയാതെ ഇതാക്കിയതാ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒച്ചയെടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുത്തൻ എന്നെ വീണ്ടും വന്ന് ഇടിച്ചിട്ട് നേരെ മെറ്റ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈയിടയ്ക്ക് നമ്മള് എന്റെ ലൈവിലുണ്ട്. ഇപ്പൊ VC വിളിപ്പിക്കുമ്പോ ഈ പുണ്ടച്ചി മോനെ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കണം ബ്രോ. എന്നെ ഒന്നുകൂടെ വിളിക്കണേ VCയിലൊന്ന്. വിളിപ്പിക്കണേ. ഞാൻ ഇന്ന് തന്നെ വരാം. ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇവന്റെ കുണ്ണത്തരം തീർത്തിട്ടേ ഞാൻ വരത്തുള്ളൂ. അവനെ അമ്മമാരൊന്ന് വിളിപ്പിക്കണേ ബ്രോ. എന്താടാ ജിഗുരു? സിറ്റി കളിക്കുന്നവരല്ല. PP ബാങ്ക് കിട്ടിയ ഉണ്ണാളെ നോക്കട്ടെ. ഇന്ന് കയറിയതാളല്ലേ ജോൺ ഇടിവെട്ട്. PVP ബാങ്ക് കിട്ടിയവൻ. ഈഗിൾ ഗെയിമിങ്ങിലൊക്കെ ഉണ്ട് പയ്യൻ. ഓക്കെ ബ്രോ, ഞാൻ ബാക്കി വന്ന് സംസാരിച്ചോളാം. ഫ്രസ്ട്രേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയൂലേ ഗൈസ്, ഓരോ ആൾക്കാർക്കുള്ള ഫ്രസ്ട്രേഷൻ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, സ്വർഗരാജ്യത്തിലെ കുറെ കുണ്ണാള് മറ്റേ അവൻ്റെ അച്ഛൻ്റെ അണ്ടി വരെ ഫ്രീ ആയിട്ട് ഗീവ് അവേ കൊടുക്കുക. ഇവിടെ മറ്റേ വൈറ്റ് ലിസ്റ്റ് എടുത്താലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ആരും കളിക്കാൻ കയറുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട് കുറച്ചൊക്കെ. മനസ്സിലായ? അണ്ടി ഇല്ലാത്ത. ഹലോ, ആരടാ വന്നേ ഇതിനകത്ത്? ഇവന്മാരെ എവിടുത്തെയാ? ഒരുത്തൻ റെങ്കോക്കു മറ്റേ ഡെവലപ്പർ ഉണ്ടായില്ലേ, സ്വരാജ്യത്തിന്റെയോ? ഡെവലപ്പർ ആയിരുന്നു ഒരുത്തൻ. റെങ്കോക്കു ആണോ വന്നേ? മ്യൂട്ട് ഇല്ല ബ്രോ, പറഞ്ഞോ. അല്ല, അതില് എനിക്ക് സൗണ്ട് ഹിയർ ചെയ്തത് റെങ്കോക്കോന്റെ ഒരു സൗണ്ട് ഉണ്ട്. അതായത് തെറി വിളിച്ച റെങ്കോക്കോ അല്ല, വേറെ തന്നെ. അല്ല ലോഗോ നോക്കാൻ പറഞ്ഞു, ഒന്നുമില്ല അവന്റെ ലോഗോക്ക് പേര് പറഞ്ഞു. ഇല്ലല്ല, അതിനകത്ത് അവര് പേരിട്ടേക്കുന്നത് മറ്റേ എന്തോ ഇടിവെട്ടെന്നൊക്കെയാണോടാ. ഇടിവെട്ടോ? എന്തോ ഇടിവെട്ടെന്നോ അങ്ങനെയൊക്കെയാണ് പേരിട്ടേക്കുന്നത്. മനസ്സിലായ? വൈറ്റ് ലിസ്റ്റ് എടുക്കുമ്പം 10 കോടി രൂപയും അവന്റെ തന്തയുടെ അണ്ടിയോടെ കൊടുത്തിട്ട് പോലും സെർവറിൽ ആരും കേറുന്നില്ലല്ലോടാ പുണ്ടച്ചി മോനെ. നിന്റെ റെൻഗോഗു തള്ളയ കൊളി. അതിന്റെ കഴയാണോ നിനക്ക്? അതിന്റെ ആണോ നിനക്ക് കഴ? ഇത്രയ്ക്ക് മൂത്തിരിക്കണം നീയൊക്കെ ഇവിടെ വന്നിരുന്ന് പന്ന പോലെയാടികള്. വേറെ സെർവറിൽ വന്നിരുന്ന് ഊമ്പാൻ വരുന്നു. നിന്റെയൊക്കെ കുണ്ണരാജ്യം.
ഇവൻ ഈ വീസിലുള്ളവനല്ലടാ. നീ ജനറൽ വീസി വാടാ പുണ്ടച്ചി മോനെ. നീ ജനറൽ വീസി വാ. നിന്റെ അടുത്ത് നിനക്ക് സംസാരിക്കാം വാ. നീ ജനറൽ വീസി വാ. നിനക്ക് അത്രയ്ക്ക് കടി അങ്ങ് മൂത്തിക്കുവാണ്. നീ ജനറൽ വീസി വാ. ചില്ലറ കഴപ്പല്ല ഓരോരുത്തന്മാർക്ക്. ഈ റെങ്കോക്ക് ഇവിടെ സ്വർഗരാജ്യത്തിലില്ല. അവനെ തോമ്പിത്തരമൊക്കെ കാണിച്ച് എന്നെ എടുത്ത് കളഞ്ഞതാണ്. എന്ത് അണ്ടിയാണല്ലേ എനിക്കൊരു പറയമാരെ നോക്കണ്ട. ഇവ സ്വർഗരാജ്യത്തിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു പറയില്ല. വലിച്ചാ ഒരുത്തനെ വലിച്ചു. ഒരു ഗുണ്ടാമെന്ന്. ഹലോ ഹലോ, എന്താ അത്ര കഴ നിനക്ക് കഴിച്ചിരിക്കുന്ന? പറയണേക്ക് നിനക്ക് മാത്രമേ ആൾക്കാരെ തെറി വിളിക്കാൻ പറ്റുള്ളൂ. നിനക്ക് മാത്രം ബാക്കിയുള്ളവരുടെ അച്ഛനമ്മനെ വിളിക്കാൻ പറ്റുള്ളോ? എന്ത് വിളിച്ചു പറഞ്ഞേക്കണം എന്നിട്ട് നീ വർത്തനം പറ. പറയണേക്ക് എന്നിട്ട് നീ സംസാരിച്ചോ. ഈ സമയം കൊണ്ട് നിനക്ക് നമ്മളെ വാക്കിട്ട് പിടിച്ച് നിനക്ക് ഓർമ്മയുണ്ട? എന്ത് ഹാക്കിട്ട് പിടിച്ച ഒരു സെർവറിൽ നമ്മളെ വാൾ ഓഫ് ഷെയിമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല. നീ ഡെയിലി ആൾക്കാർ തെറിയതുകൊണ്ട് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നിട്ട് നീ ബാക്കിയുള്ളവരുടെ അച്ഛനെ വിളിക്കാൻ നിനക്ക് എന്താ അധികാരം? നീ പിന്നെ ഹാക്കിട്ട് പിടിച്ച നിന്നെയൊക്കെ ഞാൻ ഫുൾ കഥ പറഞ്ഞിട്ട് ഒരാളെ തെറി പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരാളുടെ നീ എന്നെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല. നീ അച്ഛനെ വിളിക്കണം. അപ്പൊ നിനക്ക് നിനക്കൊരു കണ്ടോരുടെ അച്ഛനെ തെറി വിളിച്ചിട്ട് നീ എന്തിട്ടാണ് ഈ കൊണാരം പറയുന്നത്? നീ മെറ്റടിച്ചല്ലേ എന്ന് പറഞ്ഞ് നിന്റെ തന്ത്രം തെറി വിളിക്കലും തെറ്റില്ല. അങ്ങനെ നീ മെറ്റടിച്ചല്ലടാ. നീ മെറ്റടിച്ചല്ലേ ബിഫോർ വാഷു എന്നും പറഞ്ഞ് ചാനലൊക്കെ കരയാണ്ട് കാര്യം പറയാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. ഞാനും ഇവിടെ സംസാരിക്കാം. നീ എത്ര നേരം സംസാരിക്കാം. എടാ നീ പറയണത് കേക്കണില്ല. ഒന്നാമത്തെ കാര്യം നീ പറയണ കേക്കണില്ല. എടാ നീ പറയണത് കേക്കണം കൂടിയില്ല. ഒരു ഗെയിം കളിക്കാൻ താല്പര്യം കഴിവില്ലെങ്കിൽ നീ ഒന്നും കളിക്കരുത്. എന്താടാ ഇവന്? അണ്ണ ഹലോ കേക്കുന്നില്ല സൗണ്ട് കേക്കുന്നില്ല അവിടെ. ഹലോ ബാക്കിയുള്ളവരുടെ അച്ഛനത്തോട് വിളിക്കാനായിട്ട് എടാ ഒരു ഗെയിം കളിക്കാൻ കഴിവില്ലേ വാണനെ കളിക്കാൻ സംസാരിക്കുമ്പോൾ നിനക്ക് പറ്റും. സമ്മതിച്ച് എന്നും പറഞ്ഞ ഒരാളുടെ അച്ഛനെ വിളിക്കാൻ നിനക്ക് എന്താ അധികാരം ഉണ്ടാ? നീ പിന്നെ എന്താ അണ്ടിയാണ് പറയുന്നത്? മര്യാദ സംസാരിച്ചെടുക്കാനാണെങ്കിൽ മര്യാദ സംസാരിച്ചെടുക്കാം. പിടിച്ചോരോ തന്തര വിളിക്കാൻ മര്യാദ വോയിസ് മര്യാദക്കാൻ പറ. മൈര് കേക്കണില്ല ഒന്നും. പുണ്ടച്ചി മോനെ നീ എന്നെ എന്ത് ചെയ്യും? നിന്റെ തന്തടാ മൈരെ, നിന്റെ തന്തടാ മൈരെ, നിന്റെ തന്ത പൊന്നാടി മോനെ. സംസാരിക്കാം. നിന്റെ കരച്ചിലേക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. നീ അണ്ണാക്കി മൈക്ക് തള്ളിയിട്ട് താളം അടിക്കില്ലേ കേട്ടാ? അണ്ണാക്കി കരച്ചിൽ കേട്ടാ മതി. ഒരു മിനിറ്റ് എടാ, നിന്റെ തന്തയ്ക്ക് വിളിച്ചല്ലേ നിനക്ക് പൊട്ടി? മോനെ
അമ്പത്തൊരു ഒരു മിനിറ്റ് അണ്ണ സംസാരിക്കണം. എടാ നിന്റെ തന്തയ്ക്ക് വിളിച്ചല്ലേ നിനക്ക് പൊട്ടിയത്? എടാ ഹാക്ക് ഇട്ട് പിടിച്ച തന്തയില്ലാത്ത വാണത്തായോളി നിന്റെ തന്ത പൊലയാടി മോന്റെ അടുത്ത് പോയി പറടാ പൂറി മോനെ. നീ എന്റെ അടുത്ത് ഉണ്ടാക്കാം. നീ എന്റെ പട്ടിത്തായോളി നീ കുറച്ചേരം കേൾക്കലല്ലോ നീ ആരാ രംഗോക്ക് പോയില്ലേ പോലെയാടി കടവളെ വൈനറിനോട് പറഞ്ഞില്ലല്ലോ ജർമ്മൻഷിപ്പേടെ തന്തപ്പട്ടി പട്ടിച്ചു കാണിക്കണം പുരിമനെ ഒന്ന് പൊടക്കാരടക്കെ കുടിക്കണം അതിരിക്കടാവേ എന്തിനാ ഇവനടുത്ത് ഹാക്കിട്ട് പിടിച്ച തന്തയില്ലാത്ത കഴിവറ മോനെ നിന്റെ അച്ഛന്റെ അണ്ടി പുണ്ടച്ചിന് മോനെ. ഒരു ഗെയിം കളിക്കാൻ കഴിവില്ലേ? കളിക്കാൻ നിക്കലടാ പൂറി മോനെ. കളിക്കാൻ നിക്കലടാ പൂറി മോനെ. അത് പിടിച്ചിട്ട് നാണമില്ലാത്തവൻ വന്നിരുന്നു കരയണം എന്റെ അടുത്ത്. അവന്റെ തന്തേ പറഞ്ഞെന്ന് ഇനിയും പറയടാ പൂറി മോനെ. ഒരു ഗെയിം കളിക്കാൻ ബേസിക് കഴിവില്ലാത്ത വാണമൊക്കെ ഹാക്കിട്ട് പിടിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഉണ്ടാക്കണ് പന്ന പോലെയാടികള്. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ആർക്കും? ഹലോ അറിയാൻ പറ്റും. അച്ഛൻ്റെ അണ്ടി അവന് തന്തേ പറഞ്ഞത് പൊട്ടിയെന്ന്. കഴിവില്ലാത്ത തന്തയ്ക്ക് ജനിച്ച തായോളി. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റൂടാ. നിന്റെയൊക്കെ അണ്ടി എന്താ പ്രശ്നം? എന്താ എടാ മറ്റേ സെർവറെ ഹാക്കിട്ട് പെർമനന്റ് ബാൻ കിട്ടിയതിന് അവരാധിച്ചേന് അവൻ വന്നേക്കുവാണ്. അവനെ എന്താ അധികാരം? നിന്റെ വെള്ളക്കോണാനിട്ട തന്തയുടെ അണ്ടി പോടാ ഊറിയവനെ. എന്നെ അങ്ങ് ഊമ്പിക്കളയവൻ എന്നെ അങ്ങ്. നീ ഏതായാലും കൊച്ചുപിള്ളേരെടുത്ത് പോയിട്ടിരുന്നു ഉണ്ടാക്കടാ പുണ്ടച്ചിവനെ. കഴിവില്ലാതെ ഹാക്കിട്ട് കളിക്കണം നിന്നെ പോലത്തെ വാണങ്ങൾക്ക്. പിന്നെ എന്ത് പറയാനാ? ബേസിക് എത്തിക്സ് വേണോ ഒരു ഗെയിം കളിക്കുമ്പോൾ ബേസിക് എത്തിക്സ് എന്ന് പറയുന്ന സാധനം. ആ കഴിവൊന്നും നിനക്കൊന്നും ഇല്ലെങ്കിൽ നീ ഒന്നും ഗെയിം കളിക്കരുത്. നീ ഒന്നും കളിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ഒരു പരിധിയിലാണ്. അവൻ ന്യായീകരണം കണ്ടോളാം. അവനൊക്കെ ന്യായീകരണം കണ്ടോ? അവനൊക്കെ ന്യായീകരിക്കുന്ന ഹാക്കിട്ട കാര്യവും മറ്റേ ഇപ്പഴും ഞാൻ പറയാ ഈ V4 വാസ് എന്ന് പറയുന്നത് നമ്മുടെ ടിവിയുടെ പ്രൈവറ്റ് സെർവറാ. ഇവരൊക്കെ പണ്ട് തൊട്ടേ അതിലാ പ്രാക്ടീസ് ചെയ്യുന്നേ. അതെങ്ങനെ പറ്റിയാവണേ? നമുക്ക് ഇവർക്കൊക്കെ പ്രൈവറ്റ് സെർവേഴ്സ് ഇല്ലേ? ഇതിനകത്ത് എല്ലാവരും ലൈവ് ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ ഇരുന്ന് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നേ. ഇതൊക്കെ എന്തുണ്ട്? അത് അവൻ ഇത് വെച്ചിട്ട് മറ്റേ ഇതായിട്ട് കമ്പയർ ചെയ്യണം എന്നെ. കഴിവില്ലാത്ത വാണം. ഇവിടെ കടവളെ നിനക്ക് ഒരു നല്ല തന്തയ്ക്ക് ജനിക്കാത്തതിന്റെ പ്രശ്നമാടാ പൂറിമനെ. നീ പോയി അത് ജനിച്ചിട്ട് അതെന്തായാലും ഈ ജന്മത്തിൽ നിനക്ക് പറ്റത്തില്ല. പറ്റും തോന്നില്ല. എന്റെയൊക്കെ കഴ ചില്ലറയല്ല. അവന്റെയൊക്കെ കഴ എന്തൊക്കെടാ അളിയ മര്യാദക്ക് സിറ്റിക്കകത്ത് ഇരുന്നോണ്ടിരിക്കുക. എടാ അന്നേരം അവൻ പറയുന്നതിന് ഒരു ന്യായം വേണ്ടടാ. എന്നെ ഹാക്കിട്ട് പിടിച്ചതിന് നീ കളിയാക്കിയെന്ന് ചോദിക്കാൻ റിവെഞ്ചിന് വന്നതാണെന്ന്. അയ്യേ എന്നിട്ട് അവൻ എന്നോട് പറയാൻ ഞാൻ ഇമ്മച്ചൂർന്ന്. എന്തൊക്കെ പ്രശ്നമൊക്കെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ അങ്ങനെ പറഞ്ഞ എന്നെ ആക്കിട്ട് പൊട്ടിച്ചേ. എന്തിനാ എന്നെ ആക്കിട്ട് പൊട്ടിച്ചേ? നീ പൊക്കുവല്ലേ? പറയാനാണ് അവന്മാരടുത്ത്. പയ്യെ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. യോ എടാ മൈക്ക് ശരിയാക്കി. എടാ എന്റെ മൈക്കിന് എന്താ പ്രശ്നം എനിക്ക് അറിഞ്ഞൂടാ. ഹൈ ഫ്രീക്വൻസി സൗണ്ട്
ചീത്ത കളിക്കാൻ നേരത്ത് ഞാൻ നല്ല പ്രഷർ എടുത്ത് സംസാരിച്ചാടാ, ഞാൻ നല്ല ഇതെടുത്ത് സംസാരിച്ചാ. അതാ ഇടയ്ക്ക് വെച്ച് കേൾക്കുന്നില്ലായിരുന്നു. അതെടാ, ഞാനിപ്പോ അന്നേരം ഉറക്കെ പറഞ്ഞത് കടവള നീ കേട്ടില്ലെങ്കിൽ ഞാൻ അന്നേരം എന്തോ പറഞ്ഞെന്നറിയാവോടാ? അത് നീ ഇങ്ങനത്തെ തന്തയിലായ്മ കാണിച്ചിട്ടല്ലേടാ തന്തയ്ക്ക് വിളി കേട്ടത്. ഒരു സെർവറിൽ പോയിട്ട് ഹാക്ക് ഇട്ട് കളിച്ച് അവിടുന്ന് പിടിച്ച് ബാനായി, അതിന്റെ പേരിലല്ലേടാ കേട്ടത്. കുഴപ്പമില്ലടാ മോനെ, കുഴപ്പമില്ല. ഇനിയും പറയും, ഒരു പ്രശ്നമില്ല, ഇനിയും പറയും. നീ എന്നെ ഊമ്പിക്കളയെങ്കിൽ നീ എങ്ങനെ ഊമ്പിക്കോ പൊണ്ടച്ചി മോനെ? നീ ആരാ? അവൻ ചോദിക്കാൻ വന്നേക്കുന്നു പാട്ടി പോലെയാടി. വോയിസ് കേൾക്കുന്നില്ല ഗൈസ്, ഇത് സീരിയസ് ആയിട്ട് പറയാനാണോ? ചാറ്റ് പ്ലീസ് ഒന്ന് പറയോ, ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ല. ഇപ്പൊ കേക്കാം. നേരത്തെയാണ് ചീത്ത വിളിക്കാൻ നേരത്തെ ആ ഒരു സപ്രസ് ആയി പോന്നെയാണ്. അത് മാത്രമേ കേൾക്കില്ലായിരുന്നു. സൗണ്ട് എന്റെ അല്ല, വേറെ ആരുടെയോ? ഡ്രീമർ. ഇപ്പൊ കേക്കാം, നേരത്തെ കേൾക്കുന്നില്ല. ക്ലാസ് പുണ്ടച്ചികളെയൊക്കെ എന്തൊരു ചെയ്യാനാ, കഴിവില്ലായ്മ. അതാണ് ബ്രോ പ്രശ്നം, വേറൊന്നും അല്ല. അവൻ അതാണ് വിഷമമായത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഓളക്ഷയം എടുത്തോട്ടെ. അവൻ അതാണ് വിഷമം, അവന് ഹേർട്ടായത് അതാണ്. 10-13,000 പേര് അത് കണ്ടപ്പോ അവന് ഹേർട്ടായി. ഓളക്ഷയം ഒന്ന് എടുത്തോട്ടെ ഗൈസ്, ഒരു സെക്കൻഡ് ആര് പോലെ. ഓളക്ഷയം എടുത്തോട്ടെ. ഓളക്ഷയം എന്തിയേ? എവിടെടാ ഓളക്ഷയം? ആ, എവിടെടാ അവൻ? അവന്റെ എവിടെ കിടക്കുന്നത്? ഇതാണോ കടവുൾ ഇടിവെട്ട്? എന്നാലും ആ വോയിസ് ഒന്ന് കേട്ടാ മതി അണ്ണ. ആ വോയിസ് വേറൊരു വോയിസ് ഉണ്ടാവുന്ന കേട്ടാ മതി. ഇത് വീഡിയോ അപ്പൊ ഞാനും പോയി എന്റെ ഹാക്ക് ഓണാക്കി. എനിക്ക് അടിയുണ്ടപ്പോ ഞാൻ ഹാക്ക് ഓണാക്കുന്നത്. തന്തയില്ലായ്മയല്ലേടാ ഇടിവെട്ട് കുണ്ണേ. ക്ലാസ് തന്തയില്ലായ്മയ്ക്ക് പിന്നെ തന്തയല്ലാതെ പിന്നെ ആരെയാടാ പറയണേ? ഞാൻ അപ്പൊ തന്നെ പോയി എന്റെ ഹാക്ക് ഓണാക്കിയത് കേട്ടോ. അപ്പൊ ഞാനും പോയി എന്റെ ഹാക്ക് ഓണാക്കി. ആണോ? എന്തൊരു അഭിമാനത്തോടെ നിന്റെ അച്ഛന്റെ അണ്ടി വിറ്റു എന്ന് പറയണത് പോലെ. നീ എന്തൊരു അഭിമാനത്തോടാണോ പറയണേ? എടാ ഓണാക്കേ, സൂപ്പർ, നന്നായി. തന്തയില്ലാത്തവനെ. അവൻ അതല്ലേ നിനക്ക് നല്ല ഹേർട്ടായത്. നീ എന്തോ വെച്ച് ചെയ്തോ? നിനക്ക് നല്ല ഹേർട്ടായത് മൈര. എടാ ഇതല്ലേ ചെയ്തേ? എടാ ഗെയിം കളിക്കുന്ന ആൾക്കാരായാലും ചെയ്യുന്ന, എടാ ബേസിക് എത്തിക്സ് ഉള്ള ആൾക്കാർ ഇതിൽ ചെയ്യുന്ന പരിപാടിയാണോടാ? എടാ വാണവേ, എടാ കണ്ടി. അപ്പൊ ഞാനും പോയി എന്റെ ഹാക്ക് ഓണാക്കി. ഹാക്ക് ഓണാക്കിയാണോ? ഹാക്ക് ഓണാക്കി നീ മുമ്പ് ഇരുന്നു വീട്ടിലോ? തീട്ടപ്പാട്ടികളെ, ജോൺ ഇടിവെട്ട്, കടവുൾ ഇടിവെട്ട്. ഇജാതി വാണക്കണ്ടികള്, വാണം പറയാതിരിക്കാൻ വേടാ, പറയാതിരിക്കാൻ. നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും അതിനൊരു ഇതുണ്ടല്ലോ. അതായത് ഇവിടെ ഈ ഇത്രയും നാള് ഒരു ഗെയിം അല്ലല്ലോ നമ്മളാരും കളിക്കണേ, ഒരു ഗെയിമാണ്. കഴിവില്ലാത്തവന്മാർന്ന് മുഖത്ത് നോക്കി വിളിക്കണേ ഇവനെയൊക്കെ, കഴിവില്ലാത്തവന്മാര്. എന്നിട്ട് ഇത് നോർമലൈസ് ചെയ്യണം അവനിരുന്ന്. അതാണ് എനിക്ക് അവനെ ഇത് ഭയങ്കര എന്തോ ഒരു ചെറിയ കുറ്റം പോലെ. നിനക്ക് ബാൻ ചെയ്യാത്ത മറ്റേ കുണ്ണരാജ്യത്തൊക്കെ പോയി കളിക്കുക, അവിടൊക്കെ പോയി കളിച്ചാൽ മതി. ഇവിടെ കളിക്കണ്ട നീ ഒന്നും, മനസ്സിലായ? ഈ റെൻഗോ ഇത് ഏത് പൂറിയമോനെ? എനിക്ക് മനസ്സിലായില്ല അവനെ. അതാരാ അത്? അത് സ്വർഗരാജ്യത്തിലെ അഡ്മിൻ ആയിരുന്നു. അത് ഡെവലപ്പർ പഴയ ഡെവലപ്പർ ആയിരുന്നു. സ്വർഗരാജ്യത്തിൽ ഒരു ഡെവലപ്പർ ഉള്ളായിരുന്നു. അവൻ ഇപ്പൊ ഇല്ല, സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി. നീ ഒരു ഡ്രങ്കോക്ക് നീ ഒരു കാര്യം ചെയ്യും. നീ എത്രയും പെട്ടെന്ന് ജാവയിലോ HTML എന്തെങ്കിലും ഒരു അണ്ടി ഡെവലപ്പ് ചെയ്തിട്ട് നിനക്ക് ഒരെണ്ണം വെക്കണം, നിന്റെ അച്ഛനും ഒരെണ്ണം വെച്ച് കൊടുക്കണം, നിന്റെ തമ്മയ്ക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കണം, നീ ഒരെണ്ണം വെക്കണം. നല്ല മുഴുത്ത ഒരെണ്ണം ഡെവലപ്പ് ചെയ്യണം. കോഡ് ചെയ്യുമ്പോൾ നല്ല മുഴുത്തത്. വെപ്പണ്ടി ആണെങ്കിലും അത് മുഴുത്തതാണെങ്കിലും അങ്ങനെങ്കിലും ഇരിക്കട്ടെ കേട്ടടാ. റെൻഗോക്ക് പുണ്ടച്ചിവനെ, നിനക്ക് അത്രയ്ക്ക് കൊണ്ടെങ്കിൽ നീ വാ ചോദിക്കാൻ. കഴമൂത്തവന്മാര്. ഇത് വേറൊരാള് ഇപ്പൊ പറയാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്.
ഈ പറഞ്ഞതുപോലെ ഹാക്ക് അക്വിസിഷൻ പിടിച്ചിട്ട് അവനെ ഇതാണെന്നും എല്ലാം ഇതുമെല്ലാം വന്നതിന് ശേഷം വന്ന് പറയുമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേനെ ഡെവലപ്പ് മുമ്പാ വന്നേക്കുന്നു ഈ ജാതി അച്ചിപ്പട്ടികൾ പൈത്തൺ ബെറ്റർ എന്ന്